സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ സമയം ശരിയാണെങ്കിൽ ചില നിമിഷങ്ങൾ നമുക്കായി കാത്തു നിൽക്കും. അത്തരം കാത്തുനിന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥ. സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ്. എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ദുബായ് സന്ദർശിക്കുകയാണ്. അതിന് കുറച്ചുനാൾ മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം ഉണ്ടായത്. ദുബായ് സ്പോർട്സ് സിറ്റിയിലുള്ള ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ആ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. വൈകിട്ടാണ് പ്രോഗ്രാം തുടങ്ങുന്നതെങ്കിലും അതൊരു ലോങ് ഡേ അസൈൻമെൻ്റ് ആണ്. അപ്പോൾ അന്ന് മറ്റ് പ്രോഗ്രാംസ് ഒന്നും ഇല്ലാതെ ഞാൻ സാധാരണ ഈ ഒരു അസൈൻമെൻറ്റിന് വേണ്ട പ്രിപ്പറേഷൻസോ അതിന് വേണ്ട കാര്യങ്ങളുമായിട്ട് ഒതുങ്ങിയിരിക്കാറാണ് പതിവ്. അന്ന് പക്ഷേ പതിവിന് വിപരീതമായി എന്നെ എൻ്റെ ഫ്രണ്ട്സ് ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കുകയും അതിരാവിലെ ഏതാണ്ട് 6 മണിയോടുകൂടി ഞാൻ അവിടെ മാച്ചിന് പോവുകയാണ് ഉണ്ടായത്. ക്രിക്കറ്റ് മാച്ച് തുടങ്ങി അല്പം കഴിഞ്ഞപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഫോട്ടോ എഡിറ്ററുടെ കോൾ വന്നിരിക്കുന്നത്. ആ കോളിൻ്റെ കണ്ടൻറ്റ് ഇതായിരുന്നു: രാഹുൽ ഗാന്ധി ദുബായിലെ ഒരു ലേബർ ക്യാമ്പിലെത്തി നിർമ്മാണ തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ എത്തി ചിത്രമെടുക്കണം എന്നായിരുന്നു എനിക്കുള്ള നിർദ്ദേശം. ദുബായിൽ ജബൽ അലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏതൊരു ലേബർ ക്യാമ്പിലാണ് അദ്ദേഹം വരുന്നത്. ഇത് വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. ഈ ചിത്രമെടുപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി VVIP പ്രോട്ടോക്കോളിൽ പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസ് കാർഡ് കാണിച്ചുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളുടെ ചിത്രമെടുക്കാൻ കഴിയില്ല. എൻ്റെ പ്രസ് കാർഡ് ഉപയോഗിച്ച് എനിക്ക് അപേക്ഷ സമർപ്പിച്ച് അത് പോലീസ് വെരിഫിക്കേഷന് ശേഷം അനുവദിക്കുന്ന പാസ് ഉപയോഗിച്ച് മാത്രമേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾ പങ്കെടുക്കാൻ കഴിയൂ. അപ്പോൾ വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു പ്രോഗ്രാമിലേക്ക് എനിക്ക് ആക്സസ് കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത്തരം പെട്ടെന്നുണ്ടാവുന്ന പ്ലാനാണ് ഈ ജോലിയുടെ ഒരു ത്രില്ല്. ഏതാണ്ട് 1 മണിക്കൂർ യാത്രയുണ്ട് എനിക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ. ലേബർ ക്യാമ്പുള്ള സ്ഥലത്ത് വെള്ളിയാഴ്ച രാവിലെ റോഡ് മുഴുവൻ നല്ല തിരക്കായിരിക്കും. തൊഴിലാളികൾക്ക് ആകെ കിട്ടുന്ന ഒരു അവധി ദിവസമാണ്. റോഡരികിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലെ ബസ്സുകളും ട്രക്കുകളും ഒക്കെ കൈയടക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും അടുത്ത സ്ഥലത്ത് പാർക്കിംഗ് കിട്ടുക എന്ന് പറയുന്നത് ആലോചിക്കാനും കഴിയില്ല. ദൂരം നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, പക്ഷേ ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കൃത്യസ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ളത് ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രാഹുൽ ഗാന്ധി വരുന്ന ലേബർ ക്യാമ്പുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അവിടേക്ക് എത്തുന്നതിന് മുമ്പായി പോലീസിൻ്റെ ഒരുപാട് പരിശോധനകളുണ്ടായിരുന്നു. ആദ്യ ഗേറ്റിൽ തന്നെ എന്നെ തടഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലുള്ള പ്രസ് കാർഡ് ഉപയോഗിച്ച് അകത്തേക്ക് കയറാൻ കഴിയില്ല. പോലീസ് എനിക്കുള്ള അനുവാദം നിഷേധിച്ചു. എൻ്റെ മുന്നിൽ ആകെ ഉണ്ടായിരുന്ന ഓപ്ഷൻ, റോഡിൻ്റെ 2 സൈഡിലും കൂട്ടം കൂടി നിന്നിരുന്ന ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. അവർക്കൊപ്പം ഞാനും ഒരു കാഴ്ചക്കാരനായി കൂടെ നിന്നു. ഫോട്ടോ എഡിറ്റർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ, എനിക്ക് ചിത്രം കിട്ടുമോ എന്ന് ഉറപ്പില്ല, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു. കാത്തുനിൽപ്പ് തുടങ്ങി. ഇതിനിടെ മറ്റൊരു പത്രത്തിൽ ജോലി ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ രാഹുൽ ഗാന്ധി വരുന്ന ക്യാമ്പിൽ കൃത്യമായി എത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഭാഗ്യത്തിന് അയാൾ വന്ന വഴിയിൽ അത്ര കർശന പരിശോധന ഉണ്ടായി കാണില്ല ചിലപ്പോൾ. പക്ഷേ എൻ്റെ കാര്യം മറിച്ചായിരുന്നു. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ചിത്രത്തിന് ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും കാത്തു നിൽക്കാമെന്ന് മനസ്സ് പറഞ്ഞു. ചിലപ്പോൾ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ മിന്നായം പോലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രമെടുക്കാം എന്നായിരുന്നു അത്യാഗ്രഹം പൂണ്ട എൻ്റെ മനസ്സിലെ ആഗ്രഹം. ഞാൻ അവിടെ തന്നെ കാത്തു നിന്നു. അല്പസമയത്തിന് ശേഷം കുറച്ച് കാറുകൾ പോലീസ് അകമ്പടിയോടെ സൈറൺ മുഴക്കിക്കൊണ്ട് എൻ്റെ മുന്നിലൂടെ പാഞ്ഞുപോയി. വിൻഡോയിലൂടെ രാഹുൽ ഗാന്ധിയെ കാണുന്നത് പോയിട്ട് ഏത് കാറിലായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഇനി എന്തിന് കാത്തു നിൽക്കണമെന്ന് എനിക്ക് തോന്നി. തിരിച്ചു പോയാലോ? പോയിട്ട് വേണം വൈകുന്നേരത്തെ പരിപാടിയുടെ മീഡിയ പാസ് കളക്ട് ചെയ്യാനും മറ്റു ഒരുക്കങ്ങളൊക്കെ നടത്താനും. പക്ഷേ തിരികെ പോകാൻ തോന്നുന്നുമില്ല. ആൾക്കൂട്ടത്തിൻ്റെ കൂടെ കഴുത്ത് ഉയർത്തി കുറേ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. ലേബർ ക്യാമ്പ് മീറ്റിംഗ് വളരെ ഷോർട്ട് വിസിറ്റായിരുന്നു. അധികം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നേരത്തെ പോയ വാഹനങ്ങളുടെ വ്യൂഹം തിരിച്ചെത്തി. നേരത്തെ പോയതുപോലെയല്ല, വളരെ പതുക്കെയാണ് വന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന വാഹനമെങ്കിലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നി. ചിത്രമെടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് ഞാൻ മാറി. ഏറ്റവും മുമ്പിലായി ഒരു പോലീസുകാർ, അതിൻ്റെ പിന്നിൽ SPGയുടെ 2 അകമ്പടി വാഹനങ്ങൾ എന്നെ പാസ് ചെയ്തു പോയി. റോഡരികിൽ നിന്ന് ജനക്കൂട്ടം വല്ലാത്തൊരു ആവേശത്തോടെ കൈകൾ വീശുന്നത് ഞാൻ കണ്ടു. അടുത്ത സെക്കൻഡിൽ ഞാൻ കാണുന്നത് ആ വാഹനവ്യൂഹത്തിലെ ഒരു കാറിൽ നിന്ന്
രാഹുൽ ഗാന്ധി കൃത്യമായി ഞാൻ നിന്നിരുന്ന അതേ സ്പോട്ടിൽ ഇറങ്ങിയിട്ട് ഈ പ്രവർത്തകർക്ക് നേരെ വളരെ ചേർന്ന് നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ വീശുന്ന കൈകൾക്കിടയിലൂടെ പുഞ്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുഖം എനിക്ക് കാണാം. ഏറ്റവും സുന്ദരമായ കാൻഡിഡ് മൊമെൻറ്റ്. നിമിഷങ്ങൾക്കകം അവരോട് യാത്ര പറഞ്ഞ രാഹുൽ ഗാന്ധി വീണ്ടും കാറ് വീണ്ടും നേരത്തെ വന്ന അതേ സ്പീഡിൽ മുന്നോട്ട്. കാറിൻ്റെ ജനാലയിലൂടെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ചിത്രം എടുക്കണമെന്ന് കരുതിയ എനിക്ക് വളരെ മനോഹരമായ ചിത്രമാണ് ലഭിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രം ലഭിച്ച ആ ചിത്രത്തിന് പക്ഷേ അടുത്ത ദിവസം പ്രസിദ്ധീകരിച്ച് വരാനുള്ള ഭാഗ്യമുണ്ടായില്ല. അന്നേ ദിവസം പേജ് ചെയ്ത സബ് എഡിറ്റർ ഒഫീഷ്യൽസ് നൽകിയ ഔദ്യോഗിക ചിത്രമാണ് അദ്ദേഹം പ്രസിദ്ധീകരണത്തിനായി ഉപയോഗിച്ചത്. പക്ഷേ എനിക്കതിൽ നിരാശയില്ലായിരുന്നു. കാരണം ആ ചിത്രവും ആ ചിത്രത്തിന് പിന്നിലെ കഥകളും എനിക്ക് ഓരോ പാഠങ്ങളാണ്. ഈ ആൾക്കൂട്ടത്തോടൊപ്പം എന്നോടൊപ്പം എൻ്റെ കഥയ്ക്കൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.